ആദിവാസി ദളിത് വിഭാഗത്തിൻ്റെ പുനഃസംവരണ വിധി ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല. ഇതിനോടനുബന്ധിച്ച് നമ്മളോടൊപ്പം സംസാരിക്കുന്നത് BGMS വേടൻ എൻ മലവേടൻ്റെ കോർഡിനേറ്റർ അനീസിയാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും അത് സർക്കാർ നടപ്പിലാക്കണമെന്ന് തീരുമാനമെടുത്തിട്ടില്ല. ഇതിനോടനുബന്ധിച്ചാണ് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഇവിടെ പ്രതിഷേധ പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര ശക്തമായൊരു പ്രതിഷേധ പരിപാടികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ഇതൊന്നും അത്രയ്ക്ക് വലിയ സംഘടനയൊന്നും അല്ല ഞങ്ങൾ. പക്ഷേ ഞങ്ങളുടെ സങ്കടം ഞങ്ങൾക്ക് പറയണം, എവിടെയെങ്കിലും പറഞ്ഞല്ലേ പറ്റൂ. അത് 1 വർഷം കഴിഞ്ഞ് യുവസംവരണ വിധി വന്നിട്ട് പക്ഷേ നാളിതുവരെയായിട്ട് അത് നടപ്പിലാക്കിയിട്ടില്ല. നടപ്പിലാക്കി കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും അതേപോലെ തന്നെ ജോലിയുടെ ഭാഗമായിട്ട് ഗവൺമെൻറ് ജോലിയുടെ ഭാഗമായിട്ടുമൊക്കെ ഞങ്ങൾക്ക് ചെറിയൊരു പ്രാതിനിധ്യം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ സമൂഹത്തിന് വലിയ രീതിയിലൊരു നേട്ടം ഉണ്ടാവും. സാമ്പത്തിക സംവരണം നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സർക്കാരിന് ഉറപ്പായിട്ടും ഉപസംവരണം നടപ്പിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം അവർ ദുർബല വിഭാഗ പുനരധിവാസ പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ആദിവാസി ദളിത് വിഭാഗത്തിൽ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന വേടൻ, നായാടി, കള്ളാടി, ചക്ലിയൻ, അതേപോലെ മലവേടൻ, പണിയ, അടിയ തുടങ്ങിയവർക്കൊക്കെ പ്രത്യേക പാക്കേജുകൾ നടപ്പിലാക്കുന്നുണ്ട്. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടപ്പിലാക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഉപസംവരണത്തെ അവർ എതിർക്കുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഈ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ സമയത്ത് പോലും ഞങ്ങൾക്കൊരു പ്രത്യേക പരിഗണനയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ വിശദമായ പഠനങ്ങളൊക്കെ നടത്തിയതിന് ശേഷമാണ് ഭരണഘടനയിലെ ചില ആർട്ടിക്കിളുകളുടെ പേരെടുത്ത് പറയാൻ ഇപ്പം നിലവിൽ എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. അങ്ങനെയുള്ള നിയമ സാധ്യതകളൊക്കെ ഇതിനുണ്ട്. തമിഴ്നാട്ടിൽ ഉപസംവരണ വിധി 2009 നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് ചക്ലിയ വിഭാഗത്തിൽ നിന്ന് 60 ഡോക്ടർമാർ, 125ഓളം എഞ്ചിനീയർമാർ, പിന്നെ വിവിധ അധ്യാപകർ, അങ്ങനെ എല്ലാവർക്കും ഒരുപാട് മാറ്റം ഉണ്ടായ. ഹരിയാനയിൽ, ആന്ധ്രയിൽ, തെലുങ്കാനയിൽ, പഞ്ചാബിലൊക്കെ ഉപസംവരണ വിധി നടപ്പിലാക്കിയിട്ടുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല എന്നുള്ളത് വളരെ വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയും ഗവൺമെൻറ്റിനോട് ഞങ്ങൾ നീതി യാത്രയാണ്, അല്ലാതെ ഇവിടെ ഒരു പ്രകടനമോ അല്ലാതെ വലിയൊരു സമരമോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെതിരെ ഒന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത്. ഞങ്ങളുടെ ആവശ്യം, ഞങ്ങളുടെ ആവലാതി, ഞങ്ങളുടെ വിഷമം ഞങ്ങൾ പറയുകയാണ്. പിന്നെ ഇതിൻ്റെ ഒരു വളരെ വിഷമകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തന്നെ സ്വസമുദായങ്ങളായ പട്ടികജാതി വിഭാഗത്തിലെ മറ്റിതര സമുദായത്തിലുള്ള ഈ സംവരണത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റി അവരും ഒരുപാട് മുന്നോട്ട് വന്നു എന്നുള്ളതിന് നമ്മൾ അങ്ങനെ വന്നു എന്ന് പറയുന്നില്ല. എങ്കിലും ധാരാളം ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം പേരുണ്ട്. അവരൊക്കെയാണ് ഈ ഉപസംവരണ വിധി വേണ്ട എന്നിങ്ങനെ സംസാരിക്കുന്നത്. പട്ടികജാതി വിഭാഗത്തിലുള്ള എല്ലാവരും തമ്മിലുള്ളൊരു ഐക്യം നഷ്ടപ്പെടും, ഭരണഘടന അട്ടിമറിക്കപ്പെടും എന്നൊക്കെയാണ് ഇവർ പറയുന്ന കുറേ അനാവശ്യമായ ചില വാദങ്ങൾ. ആ വാദങ്ങളൊക്കെ വെറും നിസ്സാരമായൊരു പറയാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിനി സർക്കാർ അംഗീകരിച്ചില്ല, അല്ലെങ്കിൽ നടപ്പിലാക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും മുന്നോട്ടുള്ള നിങ്ങളുടെ സമരപരിപാടികളോട്ടൊക്കെ ഇങ്ങനെ വരും. ഇങ്ങനെ നീതിയാത്രയും മെമ്മോറണ്ടങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യും. എപ്പോഴെങ്കിലും മുട്ടുമ്പോൾ വാതിൽ തുറക്കാതിരിക്കില്ലല്ലോ. 1000 പ്രാവശ്യം മുട്ടുമ്പോൾ ഒരിക്കലെങ്കിലും തുറക്കപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ കൊണ്ടാണ് ഞങ്ങളിങ്ങനെ വന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് ആദിവാസി ദളിത് വിഭാഗം കടന്നു പോകുന്നത്. ഈ വിഭാഗത്തിലെ കുട്ടികൾക്ക് കൃത്യമായ രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല. കൂടാതെ വലിയ പ്രതിസന്ധികളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്, നമുക്ക് എടുത്തു പറയേണ്ടി വരും. എന്തായാലും ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വലിയൊരു പ്രതിഷേധമാണ് ഇവിടെ കാണുന്നത്. ഇവരുടെ സങ്കടമാണ് ഇവർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും പറയുന്നത്. ഇതിലൊരു നീതി വേണം, ഉപസംവരണ ബിൽ സർക്കാർ നടപ്പിലാക്കണം എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.